15 വർഷം മുമ്പാണ് ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനം നടത്തണം എന്ന ഒരാശയം പൊങ്ങി വന്നത്. അതിൻ്റെ കാരണം 1999 മുതൽ ഹിന്ദു മഹാസമ്മേളനം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ സ്വാമിജിയുടെ സമാധിക്ക് ശേഷം ആരും ആ പരിപാടി പുത്തരിക്കണ്ടത്ത് വെച്ച് നടത്താതെയായി. സ്വാമിയുടെ സമാധിക്ക് മുമ്പ് തന്നെ പുത്തരിക്കണ്ടത്തെ പരിപാടി നിന്നിരുന്നു. പക്ഷെ പിന്നെ ആശ്രമത്തിൽ വെച്ച് അത് നടത്താറുണ്ട്. 2011 ചില ആളുകളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിഭാഗ പ്രചാരകരായിരുന്ന ശ്രീ എ വിനോദ്, അദ്ദേഹം ഇത് നടത്താൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ നടത്താൻ സാധിക്കും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി കുറച്ച് ചെറുപ്പക്കാർ ഏറ്റെടുത്ത ഒരു പരിപാടിയാണ് ഹിന്ദു മഹാസമ്മേളനം. 2011 മുതൽ ആ പരിപാടി നടന്നു. അതിൽ പരമേശ്വർജിയുടെ പിന്നിൽ നിന്നുള്ള ഒരു വലിയ പ്രേരണ ആ പരിപാടിക്കുണ്ടായിരുന്നു. അന്നത്തെ മന്ത്രിയുമൊക്കെയായ ഒ രാജഗോപാൽ ചെയർമാനാക്കിക്കൊണ്ടാണ് നമ്മൾ ആദ്യം പരിപാടി തുടങ്ങിയത്. എല്ലാ ഹിന്ദു സംഘടനകളുടെയും പിന്തുണ അതിനുണ്ടായി. പരിപാടി ആ വർഷം തന്നെ വളരെ നന്നായിട്ട് വിജയിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നീടുള്ള കാലങ്ങളിൽ കൊറോണ പിടിപെട്ട സമയത്ത് പോലും ഒരു ദിവസത്തെ പരിപാടിയായിക്കൊണ്ട് നമ്മൾ ഹാൾ ബുക്ക് ചെയ്ത് ആ പരിപാടി നടത്തി. ഈ വർഷം പുതിയ വിധത്തിൽ നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. പൊതുവായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ആ നഗരത്തിന് പേര് കൊടുക്കാറ് സ്വാമി സത്യാനന്ദ സരസ്വതി നഗരം എന്നാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ പരിപാടി നടത്താൻ സാധിക്കുന്നത്. അദ്ദേഹം തന്നെ സ്ഥാപിച്ച ശ്രീരാമദാസ മഠത്തിൽ നിന്നാണ് ഇവിടെ ജ്വലിപ്പിക്കാനുള്ള ദീപം നമ്മൾ കൊണ്ടുവരുന്നത്. മാതാ അമൃതാനന്ദമയി അമ്മയുടെ അനുഗ്രഹം, അതേപോലത്തെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം, ഇതെല്ലാമാണ് നമ്മുടെ പ്രേരണ. എല്ലാവരെയും കണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടി നടത്താറ് എല്ലാ വർഷവും. ഈ വർഷവും ഇതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പണികളെല്ലാം തുടങ്ങി, വലിയ പന്തലിടണം. ആ നിലയ്ക്കാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ശ്രീരാമദാസ മിഷനിൽ നിന്ന്, ചേങ്കോട്ടോണം ആശ്രമത്തിൽ നിന്ന് ജ്വലിപ്പിച്ച ദീപം രാവിലെ 10 മണിക്ക് ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവരും. നാളെ വൈകുന്നേരം ജുനാഗഡ സ്വാമിജി, അതേപോലെ സന്യാസി ശ്രേഷ്ഠന്മാർ ഇവരെല്ലാം പങ്കെടുത്ത് നയിക്കുന്ന ഒരു വിളംബര ഘോഷയാത്ര, അത് വാഹനഘോഷയാത്രയാണ്. പാളയം ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് 5:30 മണിക്ക് ആരംഭിക്കും. അത് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുമ്പോൾ അവിടെ വനിതകളും ബാക്കിയുള്ള ആളുകളും ചേർന്ന് ആ ഘോഷയാത്രയെ സ്വീകരിക്കും. സന്യാസി ശ്രേഷ്ഠന്മാരുടെ പാദപൂജയുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് മറ്റന്നാളാണ്, അതായത് 23-ാം തീയതി. 23-ാം തീയതി രാവിലെ 10 മണിക്ക് ആചാര്യ സമ്മേളനത്തോടു കൂടിയിട്ടാണ് പരിപാടി ആരംഭിക്കുന്നത്. അതിന് മുമ്പ് രാവിലെ ഗണപതി ഹോമമെല്ലാം ഉണ്ടാവും. 1 മണി വരെ വീണ്ടും നീണ്ടു നിൽക്കുന്ന ആചാര്യ സമ്മേളനം. അതിനുശേഷം വൈകുന്നേരം പൊതുസമ്മേളനം. എല്ലാ ദിവസവും വൈകുന്നേരമാണ് പൊതുസമ്മേളനം. ആ സമ്മേളനത്തിൽ ആദ്യത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ ബംഗാൾ ഗവർണർ പങ്കെടുക്കും. ശ്രീ
ആനന്ദബോസ് IAS, ഇതേപോലെ കേരള ഗവർണർ, ഗോവ ഗവർണർ, കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ, ISRO മുൻ ചെയർമാൻ ശ്രീ സോമനാഥ്, ഇതേപോലുള്ള പ്രമുഖർ, തിരുവനന്തപുരത്തെ എല്ലാ ആശ്രമങ്ങളിലെയും മഠാധിപതിമാർ, ഇവരെല്ലാവരും ഈ പരിപാടിയിൽ വിവിധ സമയത്തായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആചാര്യ സമ്മേളനത്തിൽ എല്ലാ ആശ്രമങ്ങളിലും ആൾക്കാരുണ്ടാവും. പരിപാടി വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സാമ്പത്തികം, സാമൂഹ്യം, വിദ്യാഭ്യാസം, ഹിന്ദു ഏത് വിധത്തിലാണ് സമ്പത്ത് ശേഖരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച പോലുള്ള ചർച്ചകളുണ്ട്. പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്താനുള്ള കാര്യങ്ങൾ, ഹിന്ദുക്കൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, ഇതിനെ സംബന്ധിച്ചെല്ലാം ചർച്ചയുണ്ടാകും. എല്ലാ വർഷവും ഇതേപോലെ തന്നെ പരിപാടി. അതോടൊപ്പം തന്നെ വളരെ പാവപ്പെട്ട, യാതന അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ആൾക്കാരെ, അവരെ സേവിക്കാൻ വേണ്ടിയിട്ട് ചില പദ്ധതികൾ കൂടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ഈ വർഷവും ആ നിലയ്ക്ക് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ നിലയ്ക്ക് വലിയൊരു പരിപാടിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഈ സമ്മേളനത്തെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. അത് പരിപാടി അതിഗംഭീരമാണെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ മുഴുവൻ പിന്തുണ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ നിലയ്ക്കൊരു അന്തരീക്ഷമുണ്ട്. കാരണം അതിൻ്റെ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആത്മവിശ്വാസമുള്ളത്. ആദ്യത്തെ സമ്മേളനത്തിലുണ്ടായിരുന്നത് പോലെ തന്നെ ചെറുപ്പക്കാർ ധാരാളം ഈ പരിപാടിയിലും ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വളരെയേറെ ആവേശം കൊടുക്കുന്നൊരു കാര്യം, ശ്രീ അണ്ണാമലൈ ഈ പരിപാടിയിൽ യുവാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ യുവാക്കൾ വളരെ ആവേശത്തിലാണ് ഈ കാര്യത്തിൽ.